നമുക്ക് പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തെ ദിവസത്തെ ക്ലാസ് നമുക്ക് ആരംഭിക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതായ വേദഭാഗം നമുക്കറിയാം. പുതിയ ഭൂമി ഇതായിരുന്നു നമ്മുടെ ചിന്താവിഷയം. അതിൽ താമസിക്കുന്നവര് അവരുടെ ശരീര സംബന്ധമായ കാര്യങ്ങൾ, അതിൻ്റെ കാലയളവ്, അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് പുതിയ ടോപ്പിക്കിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പുതിയ ഭൂമി, അതിന് വേറൊരു പേരുണ്ട്, സമ്പൂർണ്ണ യുഗം എന്നാണ്. യുഗങ്ങളുടെ പൂർണ്ണത. കാലങ്ങൾക്ക് അതീതമായി ഭൂമി മാറുന്നു. ദിനചലനങ്ങളില്ല, വാർഷിക ചലനങ്ങളല്ല, ഭൂമിയുടെ ഋതുഭേദങ്ങളുടെ പ്രശ്നങ്ങൾ അതിനകത്തില്ല. പ്രപഞ്ചത്തിലെ ദൈവിക കൂടാരത്തോടു കൂടിയ ദൈവമക്കൾ, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ, വിശുദ്ധ ഗണം മാത്രമുള്ള ഭൂമി. എത്ര കാലം ആ അവസ്ഥയിൽ കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ തെളിവുകളൊന്നും വേദപുസ്തകത്തിലില്ല. എന്നാൽ വേദശാസ്ത്ര പണ്ഡിതന്മാർ രണ്ട് നിഗമനങ്ങളിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. പുതിയ ഭൂമി എന്ന് പറയുന്ന സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് ശേഷം, അന്ത്യന്യായവിധിക്ക് ശേഷമുള്ള ഭൂമിയുടെ അവസ്ഥ, വിശുദ്ധന്മാരുടെ അവസ്ഥ, പുതിയ യെരുശലേമിനോട് ചേർന്നുള്ള വിശുദ്ധന്മാരുടെ ജീവിതം, അത് എത്ര കാലം അത് അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ തെളിവുകൾ വേദപുസ്തകത്തിൽ ഇല്ല തന്നെ. എന്നാൽ വേദപഠിതാക്കളായ, വേദശാസ്ത്ര ഗവേഷകരായിട്ടുള്ള, വേദ പണ്ഡിതന്മാരായിട്ടുള്ളവർക്ക് അവർക്ക് പോലും ഏകാഭിപ്രായത്തിൽ എത്തിച്ചേരാനായിട്ട് അതിന് സാധിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ ആ ഒരു കാര്യം നമ്മളുടെ മുൻപിൽ മറച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് നമുക്ക് മർമ്മമാണ്, നമുക്ക് വെളിപ്പെടുത്തപ്പെട്ടിട്ടില്ല. നമുക്ക് അതിനെ സംബന്ധിച്ച കൃത്യമായ ബോധ്യങ്ങൾ ലഭ്യമായിട്ടില്ല. എന്നാൽ രണ്ട് നിഗമനങ്ങളിൽ വേദപഠിതാക്കൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒന്ന്, സമ്പൂർണ്ണ യുഗത്തിന്റെ അല്ലെങ്കിൽ പുതിയ ഭൂമിയുടെ ആ അവസ്ഥ എത്ര നാൾ എന്നതിന് വേദപഠിതാക്കൾ കണ്ടെത്തിയിട്ടുള്ള ഒരഭിപ്രായം, കർത്താവിന്റെ വയസ്സ് 33.5 വർഷം. ആ 33.5 വയസ്സ് എന്നുള്ളതിന് 33,500 ഇത്രയും കാലമാകാം സമ്പൂർണ്ണ യുഗം എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ഭൂമിയിലുള്ള സാധാരണ ജഡശരീരത്തോടെയുള്ള ജീവിതം, പൂർണ്ണ മനുഷ്യനായിട്ടുള്ള ജീവിതം, പാപം കൂടാതെയുള്ള ആ ജീവിതം 33.5 വയസ്സ് കഴിഞ്ഞപ്പോൾ അതൊരു സ്വർഗീയമായ അവസ്ഥയിലേക്ക് മാറിയതുപോലെ പുതിയ ഭൂമിയിലെ ജനങ്ങളും മഹത്വ ശരീരികളും സമ്പൂർണ്ണ യുഗം വിട്ടിട്ട് അടുത്ത വാഗ്ദത്തത്തിലേക്ക് പ്രവേശിക്കാൻ 33,500 സംവത്സരം ആ പുതിയ ഭൂമിയുടെ അവസ്ഥ തുടരും എന്നതാണ് ഒരു അഭിപ്രായം. അതിനുശേഷം കർത്താവിന്റെ മരണം, ഉയർത്തെഴുന്നേൽപ്പ്, സ്വർഗാരോഹണം ആദിയായ കാര്യങ്ങളെല്ലാം സംഭവിച്ചു. കർത്താവ് ഭൂമിയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറി. അതുകൊണ്ട് ഇതും അങ്ങനെയാകാം എന്നതാണ് ഒരു ചിന്ത.
എന്താണ് രണ്ടാമത്തെ അഭിപ്രായം? രണ്ടാമത്തെ അഭിപ്രായം, ദൈവജനമായ ഇസ്രായേലിന് ദിവസങ്ങളുടെ ആഴ്ചവട്ടമുണ്ട്. ദിവസങ്ങളുടെ ആഴ്ചവട്ടം തീരുന്നത് ശബത്ത് ദിനത്തോടെയാണ്. മാസങ്ങളുടെ ആഴ്ചവട്ടമുണ്ട്, അത് പെരുന്നാളുകളോടെയാണ് തീരുന്നത്. ആണ്ടുകളുടെ ആഴ്ചവട്ടമുണ്ട്, അത് യോബേൽ സംവത്സരത്തോടെയാണ് തീരുന്നത്. യോബേൽ സംവത്സരം എന്ന് പറഞ്ഞാൽ 49 വർഷം കഴിഞ്ഞിട്ട് 50-ാമത്തെ വർഷം അവർക്ക് വിടുതലിന്റെ വർഷമാണ്. അവർക്ക് കനാൻ നാട്ടിൽ ഒന്നും സ്വന്തമായി നേടാൻ കഴിയില്ല, അവരുടേതെന്ന് അവകാശപ്പെടാൻ ഒന്നുമില്ല. സ്ഥലം ജന്മം വിൽക്കരുത് എന്നുള്ളതാണ് അവർക്ക് കൊടുത്തിട്ടുള്ള നിയമം. നമ്മുടെ ഇന്ത്യയിലെ ആദിവാസി ഭൂമി പോലെ ഇന്ത്യയിലെ ആദിവാസികളുടെ ഭൂമി അവർക്ക് കൈമാറാം, പക്ഷേ പുറത്തുള്ള ഒരാൾക്ക് അത് വിൽക്കാൻ പാടില്ല. ആദിവാസിക്ക് ആദിവാസികളുടെ ഭൂമി ആദിവാസിക്ക് തന്നെ കൈമാറാം, പക്ഷെ അത് വിൽക്കാൻ പാടില്ല, അത് നിയമപരമല്ല. എന്നതുപോലെ ഇസ്രായേൽക്കാർക്ക് അഥവാ യഹൂദന് അവരുടെ സ്ഥലം വിൽക്കാൻ പാടില്ല. യഹൂദന്മാർ തമ്മിൽ കൈമാറ്റം അനുവദനീയമാണ്. ആ കൈമാറ്റത്തിന് ഒരു കാലാവധിയുണ്ട്. കൈമാറ്റത്തിന്റെ കാലാവധി എന്ന് പറയുന്നത് 49 വർഷം അവർക്കത് ഉപയോഗിക്കാം. 50-ാമത്തെ വർഷം അവർ ഇത് തമ്മിൽ കൈമാറണം. ഇതായിരുന്നു അവരുടെ വ്യവസ്ഥ. ഈ വ്യവസ്ഥ പ്രകാരം നാം ചിന്തിക്കുമ്പോൾ വേദശാസ്ത്രജ്ഞർ പറയുന്നത് 50 വർഷം അഥവാ 50,000 വർഷമാണ് സമ്പൂർണ്ണ യുഗമെന്നാണ്. 49,000 വർഷം കഴിഞ്ഞ് 50,000-ാമത്തെ വർഷത്തിൽ പുതിയ ഭൂമിക്ക് പുതിയ മാറ്റം സംഭവിക്കുമെന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ 2 അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. ഇതിന് രണ്ടിനും വേദപുസ്തകത്തിൽ തെളിവുകളില്ല. എന്നാൽ ഒരു വേദപണ്ഡിതാവ് അന്വേഷിക്കുമ്പോൾ അതിന് തെറ്റല്ലാത്ത എന്ന് പറയാവുന്ന 2 ഉത്തരങ്ങൾ കണ്ടെത്തി. ഒന്ന്, അതേ സാധ്യതകളുള്ളൂ. ഒന്ന്, കർത്താവിന്റെ ആയുസ്സിനോടുള്ള ബന്ധത്തിലും കർത്താവിന്റെ പ്രായത്തോടുള്ള ബന്ധത്തിലും, മറ്റൊന്ന് യോബേൽ സംവത്സരത്തോടുള്ള ബന്ധത്തിലുമാണ് ഈ 2 കാലയളവുകളെ വേദ ശാസ്ത്ര പഠിതാക്കൾ നിഗമനത്തിലെത്തിയിരിക്കുന്നത്. നമുക്കത് അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ട് തെറ്റില്ല, ചിന്തിച്ചില്ല എന്നുള്ളത് കൊണ്ടും തെറ്റില്ല. പക്ഷേ പഠിക്കുന്ന ഒരു പഠിതാവിന് ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരം അനിവാര്യമാണ്. എത്ര കാലം അങ്ങനെ പോകും? എന്നാണ് നിത്യത ആരംഭിക്കുന്നത്? അത് സ്വാഭാവികമായി നമ്മൾ ചോദിക്കുന്നതാണ്. എന്ന് നിത്യത ആരംഭിക്കും? എന്ന് നിത്യത ആരംഭിക്കും എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ പറയണമെങ്കിൽ എന്നാണ് ഈ സമ്പൂർണ്ണ യുഗം അവസാനിക്കുന്നതെന്ന് പഠിപ്പിച്ചേ മതിയാകും. അതിനു വേണ്ടിയിട്ട് തെറ്റില്ലാത്ത 2 നിഗമനങ്ങളിൽ എത്തിച്ചേർന്നു. ഒന്ന്, കർത്താവിന്റെ ആയുസ്സിനോടുള്ള ബന്ധത്തിൽ 33.5 വർഷം അഥവാ 33,500 വർഷം. 2, യോബേൽ സംവത്സരത്തോടുള്ള ബന്ധത്തിൽ 50-ാം വർഷം അവർക്ക് സ്വസ്ഥതയുടെ വർഷമായിരിക്കുന്നത് പോലെ 49,000 വർഷം കഴിഞ്ഞ് 50,000-ാമത്തെ വർഷം എന്ന് പറയുന്നത് നമുക്ക് നിത്യതയിലേക്ക്, എറ്റേണൽ ലൈഫ് എന്ന് പറയുന്നത് അവിടെയാണ് ആരംഭിക്കുന്നത് എന്നാണ് ചിന്തിക്കുന്നത്. നമ്മൾ ഇനി അടുത്ത ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. അടുത്ത ഭാഗം എന്ന് പറയുന്നത് പുതിയ ആകാശം എന്നാണ്. ന്യൂ സ്കൈ, പുതിയ
ആകാശം. പുതിയ ഭൂമിയെക്കുറിച്ച് ലഭിച്ചിട്ടുള്ള വെളിപ്പാടിലും ചുരുക്കം ഭാഗങ്ങൾ മാത്രമേ പുതിയ ആകാശത്തെക്കുറിച്ച് നമുക്ക് ലഭിച്ചിട്ടുള്ളൂ. 4 ഭാഗങ്ങളിലാണ് പുതിയ ഭൂമിയെക്കുറിച്ചുള്ള വെളിപ്പാട് നമുക്ക് ദൈവവചനം തരുന്നത്. ഒന്ന് യെശയ്യാവ് 65:17, 2 66:22, 3 2 പത്രോസ് 3:13, 4 വെളിപ്പാട് 21:1. ഈ 4 ഭാഗങ്ങളിലാണ് പുതിയ ഭൂമിയെക്കുറിച്ച് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളൂ. ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു, മുമ്പിലത്തവ ആരും ഓർക്കുകയില്ല, ആരുടെയും മനസ്സിൽ വരികയുമില്ല. അപ്പൊ പഴയ ഭൂമിയെക്കുറിച്ചുള്ള ചിന്തയേ മാറും. അങ്ങനൊരു ചിന്തയില്ല. നമ്മൾ അതിനെല്ലാം അതീതരായി. പുതിയ ആകാശം പുതിയ ഭൂമി. ശരിക്കും നമ്മുടെ നാട് വിട്ട് ഞാൻ ഇവിടെ വന്നപ്പോ എൻ്റെ മനസ്സിനെ ഏറ്റവും സന്തോഷിപ്പിച്ചൊന്ന്, ഇവിടെ അല്പം പോലും പൊല്യൂഷൻ ഇല്ല. വളരെ തെളിഞ്ഞ ആകാശം, പൊടിയില്ല, പൊടിശല്യമില്ല. നമ്മൾ പകൽ ഈ റോഡിലൂടെ നടന്നിട്ട് കയറി വന്നാൽ പോലും നമ്മളുടെ മുഖത്ത് പൊടി പിടിക്കില്ല. അങ്ങനെ ഒരു പൊല്യൂഷൻ ഇവിടെ ഇല്ല. നന്നായിട്ട് തെളിഞ്ഞ ആ കുളിർമ നമുക്ക് ശരിക്കും അനുഭവിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ നാട്ടില് ശ്വാസം മുട്ടിയിട്ട് ആളുകൾക്ക് നടക്കാൻ നിവൃത്തിയില്ല. ശ്വാസം മുട്ടുള്ളവർക്കൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ശ്വാസം മുട്ട് മാറും എന്നാണ് ഇവർ പറയണത്. അല്പം പോലും പൊല്യൂഷൻ ഇല്ല. ക്ലൈമറ്റ് വളരെ ക്ലിയർ ആണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോ, പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലേക്കും വരുമ്പോ ഈ ഭൂമിയുടെ ഓൾ റൗണ്ട്, ഈ ഭൂമിക്ക് മൊത്തം മാറ്റം, ഒരു വലിയ വ്യത്യാസം. കാലാവസ്ഥയുടെ വ്യതിയാനങ്ങളില്ല. കാലാവസ്ഥ നമ്മളെ ബാധിക്കുന്ന ഘടകമല്ല. സമുദ്രമില്ല. അതുകൊണ്ട് അതിനോടനുബന്ധിച്ചുള്ള കാർമേഘങ്ങളോ ചുറ്റുപാടുകളോ ഇല്ല. നമ്മൾ താഴോട്ട് പഠിക്കും. ദൈവമക്കളെ, ഒരു പുതിയ സംവിധാനമാണ് പുതിയ ഭൂമി. ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിച്ചിരിക്കുന്നു. ആ സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളതിന് ഉണ്ടാക്കുന്നു എന്നർത്ഥത്തിൽ, അത് ഇല്ലായ്മയിൽ നിന്ന് ബാറ എന്നുള്ള പദമല്ല അതിനുപയോഗിച്ചിരിക്കുന്നത്. എബ്രായ പദം ബാറ എന്നല്ല, ആസഹ്, യത്സ എന്നിങ്ങനെ 2 വാക്കുകളാണ് ഹിബ്രു പദമുള്ളത്. ആസഹ്, യത്സ, നിർമ്മിക്കുക, ഉണ്ടാക്കുക. ഈ 2 കാര്യങ്ങളും, ഈ 2 പ്രവൃത്തികളും ഉള്ളതിൽ നിന്ന് രൂപപ്പെടുന്നതിനെ കുറിച്ചാണ്. എന്നാൽ ബാറ എന്ന് പറയുന്നത് ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കുന്നതിനെ കുറിച്ചാണ്. ആ ഒരു വാക്കല്ല ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ഉൽപ്പത്തി 1:1 ഉപയോഗിച്ചിട്ടുള്ളത് ആ വാക്കാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആ സൃഷ്ടിച്ചു എന്ന് പറയുന്നിടത്ത് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ബാറ എന്നാണ്. ഇല്ലായ്മയിൽ നിന്ന് വിളിച്ചു വരുത്തി എന്നാണ് അതിന്റെ അർത്ഥം. എന്നാൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ വാക്കല്ല, ഉണ്ടാക്കിയിരിക്കുന്നു. താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കിട്ടും. മുമ്പിലത്തവ പിന്നെ ആരും ഓർക്കുകയില്ല, ആരുടെയും മനസ്സിൽ വരികയുമില്ല. ദൈവത്താൽ തന്നെ സൃഷ്ടിക്കപ്പെടുന്നതാണ് ഇതെന്ന് ഇവിടെ വളരെ കൃത്യമായി പറയുന്നു. കഴിഞ്ഞ കാലങ്ങളെ ഓർക്കാതെ വണ്ണം അത്ര മനോഹരമായ, അത്ര ക്രമീകൃതമായ, അത്ര സുന്ദരമോഹനമായ ഒരന്തരീക്ഷത്തിലേക്ക് മഹത്വ ശരീരികളായി നമ്മൾ പ്രവേശിക്കും.
അടുത്ത വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്, ഞാൻ ഉണ്ടാക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും. കണ്ടോ? അവിടെ വരുമ്പോൾ സൃഷ്ടിച്ചു എന്നുള്ള വാക്കല്ല ഉപയോഗിച്ചിരിക്കുന്നത്, ഉണ്ടാക്കുന്ന എന്നാണ്. ഉണ്ടാക്കുക. ഞാൻ ഉണ്ടാക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും എൻ്റെ മുൻപാകെ നിലനിൽക്കുന്നത് പോലെ നിങ്ങളുടെ സന്തതിയുടെ പേരും നിലനിൽക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഇവിടെ സൃഷ്ടിക്കുക എന്നുള്ള പദം മാറ്റി ഉണ്ടാക്കുക എന്നുള്ള പദമാണ് വെച്ചിരിക്കുന്നത്, ഉപയോഗിച്ചിരിക്കുന്നത്. അതിനാൽ പഴയതിനെ നശിപ്പിച്ച് ഇല്ലായ്മയിലേക്ക് തള്ളിയിട്ട് വേറെ ഒന്ന് സൃഷ്ടിക്കപ്പെട്ടു എന്നല്ല ഒരിക്കലും അതിന്റെ അർത്ഥം. മറിച്ച് ഇന്നത്തേതിനെ കൊണ്ട്, അഥവാ ഇന്നുള്ള ഭൂമിക്ക്, നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളെ മാപ്പ് കാണിച്ചു തന്നു, ഇന്നത്തെ ഭൂമിക്ക് അവസ്ഥാന്തരങ്ങൾ നൽകി, മാറ്റങ്ങൾ ഉണ്ടാക്കി, രൂപാന്തരങ്ങൾ വരുത്തി, ആ ഭൂമിയെ മാറ്റി 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 ഏറ്റവും പുതിയതാക്കി തീർത്തു എന്ന് അർത്ഥം. എന്നാൽ അവന്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു എന്നാണ് മറ്റൊരു വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കും. അതിനകത്ത് എന്തും ഇല്ല, അനീതി എന്നുള്ള ഒന്ന് ഇല്ല, അനീതിയില്ല. ഇത് കർത്താവിന്റെ വാഗ്ദത്ത പ്രകാരം ഉള്ളതാണ്. യെശയ്യാവ് 65:17 ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു. നമ്മൾ ആദ്യം വായിച്ച വാക്യം. മുമ്പിലത്തവയെ ആരും ഓർക്കുകയില്ല, ആരുടെയും മനസ്സിൽ വരികയും ഇല്ല. 66:22 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ ഉണ്ടാക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും എൻ്റെ മുൻപാകെ നിലനിൽക്കുന്നത് പോലെ നിങ്ങളുടെ സന്തതിയും നിങ്ങളുടെ പേരും നിലനിൽക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പോ നമ്മുടെ സന്തതികളും നിലനിൽക്കും, നമ്മുടെ പേരും നിലനിൽക്കും, നമ്മുടെ സന്തതികൾ നിത്യതയിൽ കാണണം എന്ന് മാത്രം. ഞാൻ പുതിയ ഭൂമിയും പുതിയ ആകാശവും കണ്ടു. പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. യോഹന്നാൻ കണ്ടു. 21 വെളിപ്പാട് 21:1. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. അത് യോഹന്നാന് ലഭിച്ച ദർശനമാണ്. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒടുവിലായി യോഹന്നാൻ പറയുന്നത് പുതിയ ആകാശഭൂമികളെ കുറിച്ചുള്ള വാഗ്ദത്തത്തെ നിറവേറിലേക്ക് വരുന്ന രംഗം വളരെ കൃത്യമായി യോഹന്നാനെ കാണിച്ചു കൊടുക്കുകയാണ്. ഇവയിൽ ആദ്യത്തെ 3 ഭാഗത്തും ആകാശം എന്നത് ബഹുവചനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഭൂമിക്ക് ചുറ്റിലും ഒന്നിനു മുകളിൽ ഒന്നായി ആകാശങ്ങൾ പല അടുക്കുകളായി കിടക്കുന്നു എന്ന് ശാസ്ത്രത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. അയനോസ്ഫിയർ, എക്സോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, ഇങ്ങനെ പല പല അടുക്കുകൾ ചേരുന്നതാണ്. ആ അടുക്കുകൾക്കെല്ലാം എന്ത് സംഭവിക്കും? അതിന് ഘടനാപരമായ മാറ്റം സംഭവിക്കും. എന്നാൽ വെളിപ്പാട് 21:1 പറഞ്ഞിരിക്കുന്നത് ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു എന്നാണ്. ആകാശത്തട്ടുകളെയെല്ലാം ഒന്നായിട്ട് കാണുന്നു എന്ന് സാരം. പുതിയ ആകാശത്തെയും പുതിയ ഭൂമിയെയും ഞാൻ കണ്ടു. പുതിയ ആകാശം നീതി വസിക്കുന്നത് എന്ന് പറയുന്നതിനാൽ ആകാശത്തിലെ അധികാരത്തിന്റെ യാതൊരു പ്രവർത്തനവും അന്നില്ല എന്ന് സാരം. എന്താണ് ആകാശത്തിന്റെ അധികാരം എന്ന് പറയാൻ കാരണം? പിശാചിന്റെ പാർപ്പിടമായി നമ്മൾ കാണുന്നത് ആകാശമാണ്. നമ്മൾ ഈ
ക്ലാസ് ആരംഭിച്ച സമയത്ത് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മ കാണും. സന്ധ്യയായി ഉഷസ്സായി ഒന്നാം ദിവസം നല്ലത് എന്ന് ദൈവം കണ്ടു. സന്ധ്യയായി ഉഷസ്സായി ഒന്നാം ദിവസം. രണ്ടാമത്തേത് വരുമ്പോൾ നല്ലത് എന്ന് ദൈവം കാണുന്നില്ല. സന്ധ്യയായി ഉഷസ്സായി രണ്ടാം ദിവസം എന്നാണ്. രണ്ടാം ദിവസത്തെ സൃഷ്ടിപ്പ് ദൈവം നല്ലതായി കാണുന്നില്ല. എന്താണ് കാരണം? ആയാറിൽ പതിയിരിക്കുന്ന ദുഷ്ടാത്മാക്കളുണ്ട്. എഫേസ്യർ 6:12 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാം, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും കർത്തൃത്വങ്ങളോടും സ്വർഗത്തിലെ അന്ധകാര ശക്തികളോടുമാണ്, ആകാശത്തിലെ അന്ധകാര ശക്തികളോടുമാണ് നമുക്ക് പോരാട്ടമുള്ളത്. സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മാക്കളോടാണ് നമുക്ക് പോരാട്ടമുള്ളത്. ചില ട്രഡീഷണൽ സഭകളിൽ മരണാനന്തര ശുശ്രൂഷകൾ നടക്കുമ്പോൾ പറയുന്ന ഒരു പ്രാർത്ഥനയിൽ ഇങ്ങനെ കാണുന്നു: ഈ ദാസന്റെ അല്ലെങ്കിൽ ഈ ദാസിയുടെ ആത്മാവിനെ ആയാറിൽ പതിയിരിക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്നും വിടുവിച്ചു കൊള്ളണമേ. ആയാർ എന്ന് പറയുന്നത് ആകാശമാണ്. ആകാശത്തിൽ പതിയിരിക്കുന്ന ദുഷ്ടാത്മ സേനയാണ്. ആ ദുഷ്ടാത്മ സേനകളിൽ നിന്ന് വിടുവിക്കണമേ എന്നാണ് നമ്മൾ കാണുന്നത്. ചുരുക്കത്തിൽ, പുതിയ ആകാശത്തിൽ തിന്മയില്ല, പുതിയ ആകാശത്തിൽ അനീതിയില്ല. തിന്മയുടെയും അനീതിയുടെയും പിതാവായ സാത്താൻ എന്നേക്കുമായി സഹസ്രാബ്ദ വാഴ്ചയുടെ അവസാനത്തോടെ തീർന്നു പോയി. ഇന്ന് വിഷാണുക്കളും മറ്റും കൊണ്ട് നിറഞ്ഞതാണ് ഈ ആകാശം. പിശാചുക്കളുടെ ആസ്ഥാനമാണ് ഈ ആകാശം. ആകയാൽ അന്തരീക്ഷത്തിൽ തിന്മയും അശുദ്ധിയും ഇവന്റെ അസാന്നിധ്യം നിമിത്തം ഉണ്ടായിരിക്കുന്നതല്ല. ആകാശത്തട്ടുകളുടെ ഘടനയനുസരിച്ചാണ് ഭൂമിയിൽ ചൂട്, വെളിച്ചം ഇവയെല്ലാം ക്രമമായി ലഭിക്കുന്നതിന്റെ കാരണം ആകാശത്തിലെ ഓരോ ലെയറുകൾ ഈ ഭൂമിയിൽ ചെലുത്തുന്ന സ്വാധീനം കൊണ്ടാണ്. സൂര്യരശ്മിയിൽ നിന്ന് മനുഷ്യന് ജീവകം ലഭിക്കും, വൈറ്റമിൻ ഡി. ഇന്നിപ്പോ പലർക്കും അതില്ലാത്തത് കൊണ്ട് ഗുളിക കഴിക്കുകയാണ്. വൈറ്റമിൻ ഡി, ചില ജീവകങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്നു. പുതിയ ആകാശം ഉത്തര ദക്ഷിണ ധ്രുവങ്ങളോളം വെളിച്ചം ശരിയായി ലഭിക്കത്തക്കവണ്ണം ക്രമീകരിക്കപ്പെട്ടിരിക്കും. എന്നും വെളിച്ചമുണ്ടാകും. ധ്രുവപ്രദേശങ്ങളിൽ അല്ലെങ്കിലും എന്നും വെളിച്ചമുണ്ട്. അവിടെ സൂര്യാസ്തമനമില്ല. നിങ്ങൾക്കത് ഒരു ഗോളം പോലെ ഒരു ഉരുണ്ട സാധനം നമ്മൾ എടുത്താൽ, ഇതിന്റെ ഈ 2 പോൾ, ഇവിടെ സെന്ററിൽ നിൽക്കുന്ന സൂര്യന്റെ പ്രകാശം ഈ സൈഡിലൂടെ കടന്നു പോവും, ഈ സൈഡിലൂടെയും കടന്നു പോവും. ഇപ്പോ സൂര്യൻ ഇങ്ങനെ ഉരുണ്ട് കറങ്ങി ഇവിടുന്ന് അല്ലെങ്കിൽ കിഴക്ക് ഉദിച്ചു വരുമ്പോഴും ഇവിടെ സൂര്യപ്രകാശമുണ്ട്. ഇനി അത് പടിഞ്ഞാറ് പോയി അസ്തമിച്ചാലും നമുക്കാണ് അസ്തമിക്കുന്നുള്ളൂ, അവർക്ക് അവിടെ ഉദയമാണ്. ആ സമയത്തും അവിടെ സൂര്യപ്രകാശമുണ്ട്. ചുരുക്കത്തിൽ ഭൂമിയുടെ 2 ധ്രുവങ്ങളിലും 24 മണിക്കൂർ എന്തുണ്ട്? പ്രകാശമുണ്ട്. ഞാൻ അന്റാർട്ടിക്ക എന്ന് പറയുന്ന ഒരു പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. അന്റാർട്ടിക്കയെ കുറിച്ചുള്ള വിശദമായ പഠനം അതിനകത്തുണ്ട്. അന്റാർട്ടിക്കയിൽ എന്നും മഞ്ഞ് മൂടിക്കിടക്കുന്ന വലിയ ഹിമാലയൻ പർവ്വതം പോലെയുള്ള മഞ്ഞു പർവ്വതങ്ങളുണ്ട്. ആ മഞ്ഞു പർവ്വതങ്ങൾ ഇന്ന് ശാസ്ത്രലോകത്തെ പേടിപ്പിക്കുന്നത് ഓസോൺ പാളിയിൽ ഉണ്ടാകുന്ന വിള്ളൽ നിമിത്തം ഈ മഞ്ഞു മലകൾ ഉരുകി വെള്ളമായി തീർന്നാൽ സമുദ്രജലം ഉയരുമെന്നും, സമുദ്രജലം ഉയർന്നാൽ ഇന്ന് കാണുന്ന പല കരഭാഗങ്ങളും സമുദ്രത്തോട് ചേരും എന്നും, അങ്ങനെ ചേരുന്നതിൽ 1-ാം സ്ഥാനം
കേരളത്തിനായിരിക്കും എന്നുമാണ് പറയുന്നത്. ഏ പലതും വെള്ളത്തിനടിയിൽ പോകും. അപ്പോ ആ കാലത്ത് അങ്ങനെ ഭയപ്പെടാനില്ല. കാരണം എന്താ? സമുദ്രം ഇല്ലേ ഇല്ല. ദൈവത്തിന് സ്തോത്രം. അപ്പോ ഞാൻ പറഞ്ഞത് ആകാശത്തട്ടുകളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ വഴിമാറിപ്പോയത്. അപ്പോ ആകാശത്തട്ടുകളാണ് ഭൂമിയിൽ ഇതുപോലെയുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉളവാക്കുന്നത്. അതുകൊണ്ട് അവിടെ ആകാശത്തട്ടുകൾക്ക് വ്യതിയാനം സംഭവിക്കും. അതാണ് പുതിയ ആകാശം എന്ന് പറയുന്നത്. മേഘമണ്ഡലത്തിനും കാറ്റിന്റെ സഞ്ചാരത്തിനും എല്ലാം ഇന്ന് കൃത്യമായ വ്യവസ്ഥകളുണ്ട്. അതിനെല്ലാം ഓരോരോ പേരുകൾ എന്ന് വിളിക്കുന്നു. നമ്മൾ ന്യൂനമർദ്ദം എന്നൊക്കെ പറഞ്ഞിപ്പോ കേരളത്തിൽ ന്യൂനമർദ്ദമാണ് മഴയ്ക്ക് കാരണമെന്ന് പറയുന്നു. ചക്രവാത ചുഴി, ഇതൊക്കെ നമ്മളുടെ പുതിയ കേൾവികളാണ്. ചക്രവാതങ്ങൾ, ടൊർണാഡോ, ഇവിടെ അടിക്കുന്ന ഒരു കാറ്റിനെ കുറിച്ച് ഇവർ എപ്പോഴും പറയും ഹരിക്കെയിൻ. കിഴക്ക് പടിഞ്ഞാറൻ വാണിജ്യവാദങ്ങൾ, വടക്ക് കിഴക്കൻ വാദങ്ങൾ, ഇങ്ങനെ ഓരോ കാറ്റിനും പല പേരുകൾ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും, കാറ്റുകളുടെ ഗതിഭേദങ്ങൾ, അന്തരീക്ഷത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ഇതൊന്നും ഈ ആകാശം പുതുതാക്കപ്പെടുന്നതോടുകൂടി ഇല്ലാതാകും. ഇതെല്ലാം തീർന്നു പോകും. ഇവയൊന്നും ഉണ്ടാകില്ല എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. യോബിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം ഇങ്ങനെയാണ്. യോബിന്റെ പുസ്തകം 1:16. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ വേറൊരുത്തൻ വന്നു, ദൈവത്തിന്റെ തീ ആകാശത്തു നിന്നും വീണു കത്തി, ആടുകളും വേലക്കാരും അതിന് ഇരയായി. വിവരം നിന്നെ അറിയിപ്പാൻ ഞാൻ ഒരുത്തൻ മാത്രം വഴുതി വന്നിരിക്കുന്നു. ആകാശത്തു നിന്ന് അഗ്നി ഇറങ്ങി അവനുള്ളതിനെ കത്തിച്ചു കളഞ്ഞു. ഇനിയുള്ള കാലങ്ങളിൽ എന്തുണ്ടാകില്ല? അങ്ങനെയുള്ള നാശങ്ങളും നഷ്ടങ്ങളും ആകാശത്ത് നിന്ന് തീയിറക്കുന്ന രീതി ഒന്നും ഉണ്ടായിരിക്കുകയില്ല. സമുദ്രമില്ലാത്തതിനാൽ കാർമേഘങ്ങളുടെ ഇന്നത്തെ ക്രമീകരണങ്ങളൊന്നും ഉണ്ടായിരിക്കുകയില്ല എന്ന് സാരം. തീയുടെ മേൽ അധികാരമുള്ള ദൂതനും അന്ന് ഭൂമിയിൽ ആവശ്യമില്ല, തീ ഉണ്ടാകയില്ല. ദോഷകരമായ ഒന്നുമില്ലാത്ത വളരെ സുന്ദരമായ, വളരെ മനോഹരമായ ഒരു തെളിഞ്ഞ ആകാശമായിരിക്കും നമുക്ക് ലഭ്യമായി കിട്ടുന്നത്. ഈ വിഷയത്തെ നമ്മൾ അല്പവും കൂടി ചിന്തിച്ചാൽ പത്രോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായം അതിന്റെ 13 പുതിയ ആകാശങ്ങൾക്കും എന്ന് ബഹുവചനത്തിൽ ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പത്രോസിന്റെ 2-ാം ലേഖനം അതിന്റെ 3:13. എന്നാൽ നാം അവന്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. മലയാളത്തിൽ അങ്ങനെയാണെങ്കിൽ ഇംഗ്ലീഷിൽ ഹെവൻസ് എന്നാണ് കൊടുത്തിട്ടുള്ളത്, ആകാശങ്ങൾ എന്നാണ് കൊടുത്തിട്ടുള്ളത്. എത്ര ആകാശത്തട്ടുകളുണ്ടോ, ശാസ്ത്രം പറയുന്നത് മാത്രം ശരിയായിക്കൊള്ളുന്നില്ല. എത്രയുണ്ടോ അത്രയും പുതിയ ക്രമീകരണങ്ങളിലേക്കും പുതിയ സംവിധാനത്തിലേക്കും, ഭൂമിക്ക് ചുറ്റുമുള്ള അന്തരീക്ഷത്തിൽ പുതിയ സംവിധാനത്തിൽ അവ രൂപപ്പെടും എന്ന് സാരം.
അവയിലൂടെ സൂര്യചന്ദ്ര പ്രകാശം കടന്നു വരുമ്പോൾ അവയെ ക്രമീകൃതമായി അനുഗ്രഹമാക്കി തീർക്കുന്ന ഒരു നല്ല കർത്താവ് ജീവിക്കുന്നു. സൂര്യനും തേജസ്സും മഹിമയും എല്ലാം സൂര്യന്റെയും ചന്ദ്രന്റെയും പുതിയ ക്രമീകരണങ്ങൾക്ക് അനുസരിച്ച് അവയിൽ നിന്ന് വരുന്ന പ്രകാശകിരണങ്ങൾ ഭൂമിക്ക് ആവശ്യമായവയെല്ലാം തരുവാൻ പര്യാപ്തമാണ്. യെശയ്യാവ് 4:5 സകല തേജസ്സിനും മീതെ ഒരു വിധാനമുണ്ടായിരിക്കും. തടുത്തു നിർത്തുന്ന ഒന്ന്, പിറകോട്ട് വലിക്കുന്ന ഒന്ന്, ലോകത്തിന് ദോഷം വരാത്ത ഒന്ന്, അത് ക്രമീകരിച്ചു തരാൻ എൽ ഷഡായ് സർവശക്തനാണല്ലോ നമ്മുടെ ദൈവം. തമിഴിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് കാവൽക്കാരൻ ഉണ്ടായിരിക്കുമെന്നാണ്. തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. സൂര്യചന്ദ്രന്മാരിലും മറ്റു ഗ്രഹങ്ങളിലും നക്ഷത്രങ്ങളിൽ നിന്നുള്ള വെളിച്ചം, ചൂട് ഇവ ക്രമീകരിച്ച് ഭൂമിയിലേക്ക് അയക്കും. കൊള്ളിമീനുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കൊള്ളിത്തേർ എന്നൊക്കെ പറയും. കൊള്ളിമീനുകളൊന്നും ഭൂമിയിലേക്ക് പതിക്കാതെ വണ്ണം അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ അവ ശൂന്യവൽക്കരിക്കപ്പെടാൻ ഉള്ള സംവിധാനങ്ങൾ സ്വർഗം പുതിയ ആകാശത്തിൽ ചെയ്തിരിക്കും. നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല. അവന്റെ ഗോപുരങ്ങൾ പകൽക്കാലത്ത് അടയ്ക്കുകയില്ല. രാത്രി അവിടെ ഇല്ലല്ലോ. ഇനി രാത്രി ഉണ്ടാകയില്ല. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. വെളിപ്പാട് പുസ്തകം 21:23 വാക്യത്തിൽ അങ്ങനെ കാണുന്നു. മറ്റൊന്ന് 22:5, വെളിപ്പാട് പുസ്തകം 22:5 ഇങ്ങനെയാണ്: ഇനി രാത്രി ഉണ്ടാകയില്ല. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. ഓക്കെ. സൂര്യചന്ദ്രന്മാരിലും മറ്റ് ഗ്രഹങ്ങളിലും നക്ഷത്രങ്ങളിൽ നിന്നുമുള്ള വെളിച്ചം ഭൂമിയിലേക്ക് സ്വാഭാവികമായി വരത്തക്കവണ്ണമാണ് പുതിയ ആകാശത്തിന്റെ ക്രമീകരണം. നഗരത്തിൽ പ്രകാശിപ്പാൻ ഇനി എന്തു വേണ്ട? അവ വേണമെന്നില്ല, സൂര്യൻ വേണമെന്നില്ല, ചന്ദ്രൻ വേണമെന്നില്ല. നമ്മുടെ കർത്താവ് തന്നെ അവർക്ക് പ്രകാശമായിരിക്കും. വെളിപ്പാട് പുസ്തകം 21:23 വാക്യം: ഇനി രാത്രി ഉണ്ടാകയില്ല. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. നമ്മളൊരു 200 വോൾട്ടിന്റെ ബൾബ് കത്തിക്കുന്നതിന്റെ ഇടയ്ക്ക് മെഴുകുതിരി കത്തിച്ചുണ്ടെന്ന് വെച്ചാൽ എങ്ങനെ ഇരിക്കും? മെഴുകുതിരി കത്തിത്തീരുമെന്നല്ലാതെ അതുകൊണ്ട് നമുക്ക് എന്ത് പ്രയോജനം? ഒരു പ്രയോജനവുമില്ല. അങ്ങനെ ഈ ദൈനംദിന നാളുകളിൽ പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കും വേണ്ടി ഒരുങ്ങാം. നമുക്കൊരുങ്ങാം, നമ്മുടെ മക്കളെ ഒരുക്കാം. അതിനുവേണ്ടി നമുക്ക് അവരെ ബന്ധപ്പെടുത്താം. കർത്താവ് അതിന് സഹായിക്കട്ടെ. ഇനി രാത്രി ഉണ്ടാകയില്ല. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവർക്കിനി ആവശ്യം ഇല്ല. ഈ പ്രസ്താവനകളിൽ
അന്ന് സൂര്യനും ചന്ദ്രനും ഒന്നുമില്ല എന്ന് ഒരുപക്ഷെ മറ്റാരെങ്കിലും ചിന്തിച്ചു പോയേക്കാം. പഠിക്കുന്നവർ ചിന്തിച്ചേക്കാം, മനസ്സിലാക്കുന്നവർ ചിന്തിച്ചേക്കാം. പക്ഷെ സൂര്യനും ചന്ദ്രനും ഉണ്ട് പ്രിയ ദൈവമക്കളെ. പക്ഷെ അതിന്റെ പ്രകാശം ആവശ്യമില്ല നമുക്ക് വെളിച്ചം കാണാൻ, ആ വെളിച്ചത്തിൽ വസിപ്പാൻ. നമുക്ക് പദാർത്ഥപരമല്ലാത്ത ഒരു കൈത്താങ്ങൽ വലിയവനായ കർത്താവ് നമുക്ക് വെച്ചിട്ടുണ്ട് എന്ന് സാരം. വെളിപ്പാട് 21-ന്റെ 23 ഓർ 25, 22-ന്റെ 5-ാമത്തെ വാക്യം. 22-ന്റെ 23, 24, 25, വെളിപ്പാട് 22-ന്റെ 5. നമ്മൾ യെശയ്യാവ് 30-ന്റെ 26-ൽ യെശയ്യാവ് 30-ന്റെ 26-ൽ ചന്ദ്രന്റെ പ്രകാശം സൂര്യന്റെ പ്രകാശം പോലെയാകും എന്ന് പറഞ്ഞാൽ എത്രമാത്രം തെളിച്ചം അതിനകത്ത് കിട്ടും. ചന്ദ്രന്റെ പ്രകാശം സൂര്യന്റെ പ്രകാശം പോലെയാകും. 7 പകലിന്റെ പ്രകാശം പോലെ 7 ഇരട്ടിയായിരിക്കും എന്ന് പറയുന്നു. 24-ന്റെ 23-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: സൈന്യങ്ങളുടെ യഹോവ സിയോൻ പർവ്വതത്തിലും യെരൂശലേമിലും വാഴുകയാലും അവന്റെ മൂപ്പന്മാരുടെ മുമ്പിൽ തേജസ് ഉണ്ടാകയാലും ചന്ദ്രൻ നാണിക്കുകയും സൂര്യൻ ലജ്ജിക്കുകയും ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: ചന്ദ്രന്റെയും സൂര്യന്റെയും പ്രകാശം ആവശ്യമില്ല എന്ന് സാരം. ഇയ്യോബ് 38-ന്റെ 31 മുതൽ 33 വരെ നമ്മൾ പഠിക്കുമ്പോൾ ദൂരങ്ങളിലുള്ള നക്ഷത്രങ്ങൾക്ക് പോലും ഇന്നത്തെ ഭൂമിയുടെ മേൽ സ്വാധീനമുണ്ട് എന്ന് കാണുവാനായിട്ട് സാധിക്കും. കാർത്തികയുടെ ചങ്ങല നിനക്ക് ബന്ധിക്കാമോ? കാർത്തികയുടെ ചങ്ങല നിനക്ക് ബന്ധിക്കാമോ? മകയിരത്തിന്റെ ബന്ധനങ്ങൾ അഴിക്കാമോ? നിനക്ക് രാശിചക്രത്തെ അതിന്റെ കാലത്ത് പുറപ്പെടുവിക്കാമോ? സപ്തർഷികളെയും മക്കളെയും നിനക്ക് നടത്താമോ? ആകാശത്തിലെ നിയമങ്ങളെ നീ അറിയുന്നുവോ? അതിന് ഭൂമിയിലുള്ള സ്വാധീനത നിർണയിക്കാമോ? ഭൂമിയിലുള്ള സ്വാധീനത നിർണയിക്കാമോ? അവയ്ക്കുണ്ട്, ഭൂമിയുടെ മേൽ സ്വാധീനതയുണ്ട്, നക്ഷത്രങ്ങൾക്ക് സ്വാധീനമുണ്ട്. പക്ഷെ അതുകൊണ്ട് തന്നെ നമ്മൾ നക്ഷത്രങ്ങളുടെ പിറകെ പോകണ്ട, നക്ഷത്രം നോക്കാൻ നടക്കണ്ട, രാഹുവും രാശിയും നോക്കി നടക്കണ്ട. എനിക്ക് വരേണ്ടുന്നതെല്ലാം എൻ്റെ ദൈവം എനിക്കായിട്ട് ക്രമീകരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി നിന്നാൽ മതിയാകും. ഇവിടെ പറയുന്ന വാക്കുകൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. 1 കാർത്തിക, 2 മകയിരം, 3 രാശിചക്രം, 4 സപ്തർഷികളും മക്കളും. കാർത്തിക, മകയിരം, രാശിചക്രം, സപ്തർഷികളും മക്കളും. ആവർത്തന പുസ്തകം 33-ന്റെ 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മഞ്ഞ്, അഗാധ ജലം, സൂര്യനിലുള്ള വിശേഷ ഫലം, പിന്നെ പുരാതന പർവ്വതങ്ങളുടെ ശ്രേഷ്ഠ സാധനങ്ങൾ, ശാശ്വത ശൈലങ്ങളുടെ വിശിഷ്ട വസ്തുക്കൾ, ഇവയാൽ ഉദ്ദേശിക്കപ്പെടുന്നവ എന്തെന്ന് ഗ്രഹിക്കാൻ വളരെ പ്രയാസമാണ്. കാരണം ഈ വക കാര്യങ്ങൾ, നമ്മൾ ആകാശത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു, ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, ഈ പറഞ്ഞ വിഷയങ്ങൾ എല്ലാം ഭൂമിയിൽ നടക്കുന്നതാണ്. ആ കാര്യങ്ങളിൽ അത് എത്രത്തോളം അതിൻ്റെ പ്രായോഗിക തലങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത് അനിവാര്യമായിരിക്കുന്നു. ദൈവം ആകാശത്തെയും ഇളക്കും,
ദൈവം ഭൂമിയെയും ഇളക്കും. ദൈവം ആകാശത്തെ ഇളക്കും എന്നതിൻ്റെ അർത്ഥവ്യാപ്തി വളരെ വിശാലമാണ്. ആകാശ ഭൂമികൾക്കുണ്ടാകുന്ന ഈ മാറ്റം നമ്മളുടെയും ദൈനംദിന ജീവിതത്തിൽ മാറ്റങ്ങൾക്ക് അത് കാരണമാക്കി തീർക്കുന്നു. അങ്ങനെ ഇളകി മാറ്റേണ്ടതെല്ലാം ഇളകി മാറ്റി അവയെ പ്രതിഷ്ഠിക്കുന്നു. മാറേണ്ട ദ്രവത്വമുള്ളതെല്ലാം മാറിപ്പോയിട്ട് അദ്രവത്വമായത് സ്വീകരിക്കപ്പെടുന്നു. മൺമയമായതെല്ലാം ഉടഞ്ഞു പോയിട്ട് വിൺമയമായതിനെ നമ്മൾ പ്രാപിക്കുന്നു. ഇന്നത്തെ നമ്മളുടെ ജീവിത സാഹചര്യങ്ങൾ, ലൈഫ് സിറ്റുവേഷൻസ് വൈവിധ്യമാർന്നതാണ്. സമയത്തിൽ, ഭക്ഷണത്തിൽ, സംസാരത്തിൽ, ചിന്തകളിൽ, തീരുമാനങ്ങളിൽ, ഇതിലെല്ലാം വലിയ വ്യത്യാസങ്ങൾ നമ്മൾ വളരുന്നതിനോടനുസരിച്ച് ഉണ്ടാകണം, ഉണ്ടാകാതിരിക്കരുത്. വാർദ്ധക്യമായി കഴിഞ്ഞാൽ ദൈവത്താൽ എനിക്ക് വലിയവ ചെയ്യണമെന്നുള്ള, ദൈവത്തിന് വേണ്ടി വലിയവ ചെയ്യണമെന്നുള്ള ആ ഒരു ചിന്താഭാരമാണ് നമ്മളെ ഭരിക്കേണ്ടത് എന്ന കാര്യം മറക്കരുത്. പ്രിയ ദൈവമക്കളെ, പുതിയ ആകാശവും പുതിയ ഭൂമിയും, ഈ ടോപ്പിക് ഇന്ന് തീരുകയാണ്. ഈ പുതിയ ആകാശത്തിൻ്റെയും പുതിയ ഭൂമിയുടെയും അനുഗ്രഹീതമായ മാറ്റം, ആ ചേഞ്ച് നമ്മൾക്ക് എല്ലാവർക്കും ആസ്വദിക്കാൻ ദൈവം കൃപ തരട്ടെ. ഇന്നല്ലെങ്കിൽ നാളെ, അല്ലെങ്കിൽ മറ്റൊരു നാൾ നമ്മൾ ആ പുതിയ ഭൂമിയിൽ നമ്മുടെ കർത്താവിനോട് കൂടെ ആയിരിക്കും. പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ കേട്ട സന്ദേശത്തിനായി ഈ വചനത്തിലൂടെ കടന്നുപോയ എല്ലാ പ്രിയ മക്കളെയും അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. അങ്ങയുടെ കൃപയാലും അങ്ങയുടെ അനുഗ്രഹങ്ങളാലും ജയോത്സവമായി നടത്തണമേ കർത്താവ്. ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് ഈ പ്രിയ മക്കൾ സങ്കടപ്പെടുകയോ ഹൃദയം കലങ്ങുകയോ ഏകാന്തതയിലാണ് എന്നുള്ള തോന്നലോ ശരീരത്തെ ഭരിക്കുന്നുണ്ടെങ്കിൽ എല്ലാം ഏറ്റു പറഞ്ഞു, എനിക്ക് എന്തു വന്നാലും പുതിയ ആകാശവും പുതിയ ഭൂമിയും വേണം. അതിനെക്കുറിച്ചുള്ള പഠനം കർത്താവേ, അതെന്റെ വിശ്വാസ ജീവിതത്തിന് പാഠമായി തീരാൻ, നമ്മളുടെ കണ്ണിന്റെ മുമ്പിൽ കാണുന്ന ഓരോ പ്രകൃതികളിൽ നിന്നും ചിലതെല്ലാം പഠിച്ചെടുക്കാൻ ദൈവം നമ്മെ സഹായിക്കണമേ. കർത്താവേ, നീ ഞങ്ങളോട് കരുണയാകണമേ. യേശുവിന്റെ നാമത്തിൽ ഈ ക്ലാസ്സിൽ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും സവിനയം സമർപ്പിക്കുന്നു. അവിടുന്ന് കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ.